അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സായ നീതും വർഗീസും ഉണ്ട് കേട്ടോ. കാന്തല്ലൂരിലേക്ക് അന്നത്തെ യാത്ര. അവിടെ ഞങ്ങൾ ഒരു റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ ഓർത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് യാത്ര. അപ്പോൾ സ്ഥലം കണ്ടില്ലേ, കോടയൊക്കെ അവിടെ കോടയൊക്കെ മഞ്ഞൊക്കെ കയറി തുടങ്ങി കേട്ടോ മുകളിൽ. അപ്പോൾ ഏകദേശം 11 മണി 11:30 ആയി. അപ്പോൾ അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇവിടെ ആനവണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ ഇവിടെ കാണാൻ. ഇത് എന്തെങ്കിലും കാണണ്ടോ അവിടെ താഴെ? കാണാമോ? എന്താണ് പറയാനുള്ളത് കോടയെ പറ്റി? കോടയല്ല, കുതിരയല്ല കേട്ടോ, കോട. ഫണ്ണി ആയിട്ടാണെങ്കിൽ ഫണ്ണിയായിട്ടാണ് ഞാൻ മുകളിൽ കയറുന്നത്. സൂപ്പറാണ് കോട, സൂപ്പറാണ്, നല്ല പവർഫുൾ ആണ്, നല്ല വ്യൂ ആയിരുന്നു, നല്ല കുളിച്ചിട്ട് പ്രവർത്തി അല്ലേ. കാന്തല്ലൂർക്ക് പോണ വഴിക്ക് അമ്പലത്തിന്റെ സൈഡിൽ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. അതുപോലെ നോക്കണോട്ടോ, അവിടെ ഗർത്തങ്ങളുണ്ട്. ആ ഗർത്തങ്ങളിൽ ചവിട്ടാതെ വീഴാതെ നോക്കണം. എവിടെ നിന്ന് ആ കാട്ടിൽ നിന്നാണ് വന്നതേ. വെള്ളം അതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ വന്നിട്ട് താഴേക്ക് വരും. ഇതുണ്ട് എന്തിൻ്റെ രോമ കേട്ടോ. കാട്ടുപൂച്ചയാണ്, പുലിയാണോ എന്ന് പറയപ്പെടുന്നത്. കാല് മരവിച്ചു പോയിട്ടോ. ഓ എന്റെ പോ ഐസക്ട് ഫ്രീസറാണ്, വേദന എടുക്കും. ഇവിടെയൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടിയിലേക്ക് വെച്ചേ. നമ്മുടെ കാർ അവിടെ ഇട്ടായിരുന്നു കേട്ടോ. കണ്ടോ ഇതിന് ചെയ്യാലോ, മഞ്ഞൊക്കെ കോട കയറിയിട്ടുണ്ടല്ലോ. വല്ലാത്ത ജാതി മൂടാട്ടോ. അവിടെ കുരങ്ങന്മാരെ കയറിയിട്ടുണ്ട് കേട്ടോ. മക്രാഞ്ചീസ്. പുറയിൽ കാണുന്ന സ്ഥലം കണ്ടോ, അവിടെ കോട മൂടിട്ടോ. ഒന്നും കാണാൻ പറ്റില്ല ഇവിടുന്ന്. നമ്മുടെ ബാക്കിൽ കുരങ്ങന്മാരിപ്പുണ്ട്. നമുക്ക് അമ്മമാരെ പോയി പരിചയപ്പെട്ടിട്ട് പറയാം. അതെ, എൻ്റെ ഗർഭിണിയാട്ടോ, അമ്മയാ. അവിടെ ഒന്നും ചെയ്യില്ല. തേന വെക്കണണ്ട. എടാ പശുക്കളെയും കൊണ്ട് ഗോപാലൻ ചേട്ടൻ
നമ്മളിപ്പോൾ ഇനി ചിന്നാറല്ലട മറയൂർ കാട്ടിക്കടയാണ്. ചന്ദനക്കാട് നമ്മളെ സൈഡിൽ കാണണം കേട്ടോ. ഇനി ഫുൾ ഫോറസ്റ്റിനുള്ളിലേക്ക് വരും. ഇപ്പോൾ ഒരു സൈഡിൽ ഫോറസ്റ്റും ഒരു സൈഡിൽ വീടുകളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റൂം ഇതാട്ടോ. അപ്പോൾ ആദ്യം വന്നപ്പോൾ കറണ്ട് ഉണ്ടായില്ല. ഇപ്പോൾ ഒരു ജനറേറ്റർ ഓൺ ചെയ്തു. സൂപ്പർ റൂം കേട്ടോ, നല്ല റൂമാണ്. ടോയ്ലറ്റൊക്കെയോ വാഷ്റൂമും കുഴപ്പമില്ല. അങ്ങനെ പുറത്ത് നല്ല മഞ്ഞ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാന്ന് പറയണ്ടേ, അത് നോക്കാം. പുറത്തൊക്കെ മഞ്ഞാറ് ഒന്നും കാണാനില്ല. തീർവാട് ബിഗ് ബി എങ്ങനെ ചന്തയ്ക്ക് പോയതാണോ? ലണ്ടനിലേക്ക് പോകുമ്പോൾ ലണ്ടനില്ല പല്ലേ ചോദിച്ചല്ലേ അറിയിക്കേ. നിന്റെ പല്ലേ ചോദിച്ചല്ലേ. മഞ്ഞത്ത് ലൈറ്റ് കാണോ? സൂപ്പർ 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 സൂപ്പർ. കേക്ക് അതെ, ഉണക്കമീൻ വറുത്തത് 2 ഇത് വെട്ടിയേക്കാണോ? ഓ മറ്റേ കേക്ക് പുഴുങ്ങിട്ട് റോക്കറ്റ് കേക്ക്. ഇത് താഴെ തീ എത്തിച്ച് കഴിഞ്ഞാൽ തീരാനും പൊങ്ങി പോകും. കേക്ക് ഉണ്ടേ? വേണ്ട. മഞ്ഞെന്ന് പറഞ്ഞാൽ മഞ്ഞ്. ഇപ്പൊ ശബരിമല പോയ ഫീല്. പത്യാനം വെന്തൊളിച്ച് ചിക്കൻ. ഇവിടെ 2 കാലമുള്ളൂ, 1 കാലമുള്ളൂ. ഒറ്റക്കാലം കോഴിയാണെന്നല്ലോ. വേണോ? രാവിലെ 7:30 ആയിട്ടോ, 7:15. രാവിലെ എൻ്റെ ഒരു കുളിയാണ് പാസ്സാക്കി എന്നിട്ട് പുറത്തു വന്നിരിക്കുക. ഇവിടെയാട്ടോ നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയർ ഇട്ട സ്ഥലം. നിങ്ങൾ പകലൊന്ന് കാണിച്ചേക്കാന്ന് ഓർത്തു. നല്ല കിളികളുടെ സൗണ്ടും ഇവിടെ കിളികളുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ നമ്മൾ രാവിലെ 9 മണി കേട്ടോ, നമ്മൾ ചെക്കൗട്ട് ചെയ്യുക. ഈ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ. അപ്പോൾ അതിലേക്ക് പോകാം. അവരൊക്കെ പാക്ക് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ മിനിസ്റ്റേഴ്സ് മാൻഷനിൽ ആണ് ഇന്ന് താമസിക്കുക. അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ചെക്കൗട്ട് ചെയ്തു. 9:30 ആയി. 9 മണി 9:10 അപ്പോൾ നമ്മൾ ഇറങ്ങാം.
പതുക്കെ ഇറങ്ങി അത്യാവശ്യം കാണാനുള്ളതൊക്കെ കണ്ട് നമുക്ക് കാണാനുള്ളതൊക്കെ തപ്പി കണ്ടുപിടിക്കാം. ഓക്കെ, ബൈ ബൈ. ഗൈസ് കണ്ടോ നിങ്ങൾ? എന്നെ രസമാണ്. നമ്മൾ ഇതെല്ലാം ഒരു കാഴ്ച കണ്ടിട്ടില്ല അല്ലേ? ഇല്ലേ, ശരിക്കും ഇതിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചാണോ അല്ലേ? ആ ഒരു പെയിന്റ് ചെയ്തോലെ തട്ടില്ല. അവിടെയൊക്കെ മഞ്ഞിങ്ങനെ പൊങ്ങി പോകണ്ടോ, ചൂടടിച്ചിട്ടാ തോന്നുന്നു അല്ലേ? അടിപൊളി. ഇവിടുത്തെ പാഷൻ ബോട്ട് സെറ്റപ്പ് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെയല്ല. ചുമ്മാ പൊട്ടിച്ച് വാലിക്കിട്ട് വെള്ളമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കിലോ വിളിച്ചോ. 120. ഞങ്ങൾ ഫാം നോക്കിയിട്ട് അവിടെ നിർത്തിയിട്ട് തോപ്പൻസ് എന്ന് പറഞ്ഞിട്ട് ഫാമുണ്ട്. ഫാമിൽ നോക്കിയപ്പോൾ ഇവിടെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പൊ പൂവ് ഇട്ടിട്ടുള്ളൂ, കായ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, സ്ട്രോബെറി വൈൻ കേട്ടോ, ഇത് കടയിൽ നിന്ന് കിട്ടിയ. ആഹാ, സ്ട്രോബെറി ടേസ്റ്റ് ചെയ്തു. നമ്മുടെ പാഷൻ ഫ്രൂട്ട് തട്ടിപ്പോണം. അന്നാ ഒരു പേടിച്ചാലോ, അന്നാ 2 പേടിച്ചോ. നെല്ലിക്ക, പേഴ്സ്, വൈൻ. ഇതാട്ടാ നമ്മുടെ വൈൻ, സ്ട്രോബെറി വൈൻ. ഓക്കെ, നമുക്ക് പോവാ. നമ്മള് ഇന്നലെ താമസിച്ച ഇതാട്ടോ റിസോർട്ടാണത്. ഹോട്ടലല്ല, റിസോർട്ട്. അതിന്റെ താഴേക്ക് ഒരു ചെറിയ മലയുണ്ട്. നമ്മളിനി ഇവിടെ പോണ വഴിക്കാട്ടോ ആനപ്പാട്ടക്കോറ, അല്ല ആനക്കോട്ടപ്പാറ ഉണ്ട്. അവിടെ ഒരു മുനിയറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോണേ. ആ പോണ വഴിയില് ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒത്തിരി ബോർഡുകളും അതെ ആനയുടെ സഞ്ചാര വഴിയുള്ള സ്ഥലമാണ്. അപ്പോൾ കാണാൻ പറ്റുന്നില്ല. അവന് ചുമ്മാ പോയേക്കാം. താഴെ കൃഷിയൊക്കെ ഉണ്ട്, നെല്ലിന്റെ കൃഷിയുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ആരും വിശ്വസിക്കില്ലോ അല്ലേ? കേട്ടോ അല്ലെ, ഇവിടെ കണ്ട ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആനകളുടെ സഞ്ചാര മേഖല, ശ്രദ്ധിച്ച് യാത്ര പോവുക. ഇംഗ്ലീഷിൽ എലഫൻസ് ക്രോസിംഗ് സോൺ, ഡ്രൈവ് കെയർഫുള്ളി. തമിഴില് അങ്ങേ ആന ഇറക്കും, പയ്യെ പോകരുത്, മുന്നറിയിപ്പ്. ഇതാട്ടോ സംഭവം. അവിടെ വഴിയുണ്ട്. അതിവിടെ പോയി കഴിഞ്ഞാൽ ആനയുടെ വീട്ടിലേക്ക് ചിലപ്പോൾ ആന ഇങ്ങനെ അയക്കും. അറിയാൻ പാടില്ല. ശർക്കര ഫാക്ടറികളാട്ടോ അവിടെ. വൈക്കോൽ വെച്ച് മേഞ്ഞ ഷീറ്റ് ഇടേണ്ട അതിൻ്റെ അടിയിൽ. ചുമ്മാ ശർക്കര മേടിക്കാനും കിട്ടുമോ? വണ്ടി ഇവിടെ ഇട്ടോട്ടെ. അതെ, സൂപ്പറാണോ? കരിമണോ? സൈഡില് ഇഞ്ചിൻ ചാട്ടാക്കി വരും. ഓക്കെ, ചാട്ടാക്കി കഴിഞ്ഞിട്ട് ഈ പാത്രം ഇവിടെ വെക്കും കേട്ടോ. അപ്പോൾ പാത്രം വെച്ച് കഴിഞ്ഞിട്ട് ഈ ഓസ് എടുത്ത് ഇവിടെ വെക്കും. അവിടെ കണക്ട് ചെയ്യും. ഇവിടെ കഴിച്ചത് നേരെ മോട്ടർ അടിക്കാൻ പമ്പ് നമ്മുടെ അതിലേക്ക് വരും. ഇവിടെ വന്ന് ജ്യൂസ് അടിക്കണേ 2.5 മണിക്കൂർ. ഒരു ദിവസം വന്നിട്ട് 2.5 മണിക്കൂർ ജ്യൂസ് അടിച്ചിട്ട് നേരെ പമ്പ് ചെയ്യാം കൂടെ. ഇതിന് നെല്ലിക്കണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഈ പമ്പ് തുറന്നു വിടും. ഈ സാധനം ഓക്കെ, ഈ തുറന്നു വിടുന്നിട്ട് അതിലുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇവിടെ ജ്യൂസ് തുറന്നു വിടും. തുറന്നു നോക്കി കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ ഈ സാധനം തീ കത്തിക്കുന്നു. ഓക്കെ, കത്തി കഴിഞ്ഞിട്ട് ഈ പാത്രത്തിന് എന്നാ പറയണേ? ഇത് കൊപ്രയെന്ന് പറയുന്നു. കൊപ്ര. കൊപ്ര. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ കോർവത്തടി എടുത്തിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സാധനം നമ്മുടെ പങ്കായം പോലത്തെ സാധനം അല്ലേ? ഇത് ഓടിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഒളിക്കും. ഈ ഒളിഞ്ഞിട്ട് ചൂടോടെ ഇത് വലിച്ച് പൊക്കിയല്ലോ തന്നെ. അപ്പുറത്ത് 2 ആൾ, ഇപ്പുറത്ത് 2 ആൾ. ഓക്കെ, 2 ആൾ കയറി പിടിക്കും. അപ്പൊ ഈ സാധനം വന്നിട്ട് നമുക്ക് വേറെ ഒന്നും ഇടുന്നില്ല. ഐറ്റോസ് ചോറ ഒന്നും ഇടുന്നില്ല. ഓക്കെ, ഈ പാത്രത്തിൽ ചുണ്ണാമ്പിടും. കക്ക. ഓക്കെ, അത് 2 ഇട്ട് കഴിഞ്ഞാൽ പത വേസ്റ്റ് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റില്ല. പതച്ച് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വന്നിട്ട് സാധനം
പുറത്ത് വന്ന ആൾക്കാർ വന്ന് ഭയങ്കര മണം വരും. അത് അടുപ്പിലേ പോകും, തീ കത്തിക്കാൻ പോകും. അതായത് വേറെ നമുക്ക് കെമിക്കലൊന്നും ഇടുന്നില്ല. പുറത്ത് പറഞ്ഞാൽ കെമിക്കൽ ഇട്ടാൽ അവരൊന്ന് ഐറ്റ് സ്റ്റോറാ ഇടുന്നത്, നമുക്ക് ചുണ്ണാമ്പ് മുട്ടിടുന്നു, വേറെ ഇതും ഇടുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അത് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള പർപ്പസിനാണ്. ഇത് ഇട്ടാലേ കക്ക ഇട്ടാലേ ശർക്കര പൊങ്ങി വരുള്ളൂ, ഇല്ലാതെ വരത്തേയില്ല. ഇവിടെ എത്ര ടൈപ്പ് ശർക്കര ഉണ്ട്? ഇവിടെ 3 ഐറ്റം ഉണ്ട്. സാധാ ശർക്കര 90 രൂപ, ഏലക്കായ ചുക്ക് ഇട്ടത് 120 രൂപ, ചീരകം കുരുമുളക് 110. 3 ഐറ്റം ഉണ്ട്. പിന്നെ ഇതിപ്പോ ചേട്ടൻ്റെയാണോ ഇത് സ്ഥാപനം? പിന്നെ വൈഫ് ഉണ്ടോ കൂടെ? ചേട്ടൻ്റെ പേരണ എം എ ബാലസുബ്രഹ്മണ്യൻ. ഇത് ചുക്ക് ചുക്കാപ്പിക്ക് സെറ്റപ്പ് ആക്കില്ലേ? ഇത് ഏലക്കായിട്ടത്. ഇവിടെ നമ്മുടെ അവിടുത്തെ കളറല്ല കേട്ടോ, ഇവിടെ ബ്ലാക്കാ, ഡാർക്കായിട്ടുള്ള കളറാണ്. കെമിക്കലൊന്നും ചേർക്കാത്ത കാരണമായിരിക്കും. ഇതാണ് സാധാ ശർക്കര. വന്ന വഴിക്ക് ഇങ്ങനെ ഇവിടെ ആന ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെവിടെ കണ്ട കരനെല്ലുണ്ട് ഇവിടെ, രസമാണ് കാണാൻ. ഇവിടെ മഞ്ഞ നല്ല ഗോൾഡൻ കളറിൽ. അപ്പം നമ്മൾ കരനെല്ല് പാടത്തേക്കൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. കൊട്ടറ സ്ഥലമാണോ? കണ്ടോ, അതേ നെൽപ്പാടം കിടക്കണുണ്ടോ? കരനെല്ല കേട്ടോ, നമ്മുടെ അവിടുത്തെ വെള്ളത്തിൽ വളരണല്ല. ഇടയ്ക്ക് മാടങ്ങളുണ്ട്, ആന പിടിക്കാനും കാവൽ വയ്ക്കണമൊക്കെ ആൾക്കാരെയൊക്കെ. അങ്ങനെ സ്ഥലം കേട്ടോ അത്, ഈ മാടത്തിൽ. അതവിടെ അകല്, അതിൻ്റെ അപ്പുറത്ത് മല, നല്ല കോടമഞ്ഞ്. ജാവ പവർഫുള്ളാണ്, സൂപ്പർ. ഇതാട്ടോ കരിമ്പ് മാടം. ഇവിടെ നിന്നുള്ള കരിമ്പുകളാണ് നമ്മൾ ഈ ശർക്കര ഉണ്ടാക്കാൻ ജ്യൂസ് അടിച്ച് ശർക്കര ഉണ്ടാക്കണം. ഇതാണ് കരിമ്പിൻ പാടം. പൂത്തിട്ടുണ്ടല്ലേ? കരിമ്പ് പൂത്ത കാമലി പൂത്തെന്ന് പറയാം. വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമാണ്. കണ്ടോ, ഇന്നലെ വന്നപ്പോൾ ഇവിടം വരെ ഉണ്ടായിരുന്നു, ഇന്ന് വെട്ടിക്കണാണത്. ആനക്കൊട്ടപ്പാറ വ്യൂ പോയിന്റ് ആണ്. അതുപോലെ നമ്മുടെ ഒരു പഴയ മുനിയറ ഉണ്ട് ഇവിടെ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ കയറുന്നില്ല, നല്ല വെയിലായിട്ടുണ്ട് ഇവിടേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മുനിയറ കാണാം. 10 രൂപ ടിക്കറ്റ്. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തിട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ഒരു ബസ് അങ്ങോട്ട് പോകുന്നുണ്ട്, ഇവരുടെ ഫോറസ്റ്റിൻ്റെ ഇവിടെ ട്രിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കത് പോയി വരാടിനെ കാണാൻ പറ്റുമോ? വരാട് ടിക്കറ്റ് എവിടെയാ? അവിടെയല്ലേ? അല്ല, ബസ്സിലിറങ്ങിയിട്ട് ഇനി ഇവിടെ നടക്കണം കേട്ടോ. പാസ്പോർട്ട് കാണിക്കണം.
നിൽക്കണു ഒരു വരയാട്. ഒന്ന് പോസ് ചെയ്യോ? ഒന്ന് പോസ് ചെയ്യും. ഒന്ന് പോസ് ചെയ്യോ? മഞ്ഞിങ്ങനെ പറക്കുന്നു. മഞ്ഞിനെ പിടിച്ചോ, മഞ്ഞിനെ എടുക്കണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. തണുപ്പെടുത്തിട്ടോ. ഇത് ദിനോസറാണല്ലോ. സെറ്റായിരിക്കും. നിസ്സാരക്കാരനായിക്കില്ല. നീ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നോക്കി സ്റ്റോറി ഓഫ് ദി പാർക്ക് കയറിയപ്പോ ഇതൊക്കെ പണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളാണ്. ഇവനാണ് നീലഗിരി താർ. നമ്മുടെ നീലഗിരി മാത്രം. അവിടെ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ബസ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ കയറി പോകാം. ക്യൂ നിന്നിട്ട് കയറി പോകട്ടോ.